الحمد لله وحده الصلاة والسلام على من لا نبي بعده. صحيح ترغيب الترهيب الكتاب العلم التفصل الترهيب من الدعوة في العلم والقرآن. തനിക്ക് അറിവുണ്ട് അല്ലെങ്കിൽ തനിക്ക് ഖുർആനിൽ പരിജ്ഞാനമുണ്ട് എന്ന് പറയുന്ന, സ്വയം ഞാൻ അറിവുള്ള ആളാണ്, ഞാനാണ് ഏറ്റവും അറിവുള്ള ആൾ എന്നെല്ലാം രീതിയിൽ സ്വയം പറയുന്നതിനെ തൊട്ടുള്ള അതിൻ്റെ ഗൗരവം, അതാണ് ഈ ഫസ്ലിൽ പറയുന്നത്. ഇൽമ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായൊരു തൗഫീഖാണ്. അതുപോലെ തന്നെ ഖുർആനും അതിലുള്ള അറിവുമെല്ലാം അത് ഒരാൾക്ക് കൂടുതൽ ഉണ്ടാക്കേണ്ടത് തവാളുആണ്. അള്ളാഹുലേക്ക് കൂടുതൽ വിനയവും അള്ളാഹുവിന്റെ മുമ്പിൽ കൂടുതൽ കീഴൊതുങ്ങുന്ന അവസ്ഥയുമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ അതിലൂടെ കിബർ വന്നെത്തിക്കഴിഞ്ഞാൽ അതവന് വലിയ ദോഷമാണ് ഉണ്ടാവുക. കിബർ വന്നെത്തുന്ന പ്രധാനമായിട്ടും 3 മാർഗങ്ങളാണ് ഉണ്ടാവുക. ഒരാൾക്ക് ഒരു സ്ഥാനമോ ശുഹ്റത്തോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കിബർ വരും. രണ്ടാമത്തേത്, ഒരാൾക്ക് സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കിബർ വരും. മൂന്നാമത്തേത്, ഒരാൾക്ക് ഇൽമ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെയും കിബർ വരാൻ സാധ്യതയുണ്ട്. ഈ 3ലും അത് ഉപയോഗിക്കേണ്ട പ്രകാരം ഉപയോഗിച്ചില്ലെങ്കിൽ. ഈ ഫസ്ലിലെ ആയത്തെ ഹദീസ് عن أبي بن كعب رضي الله عنه عن النبي صلى الله عليه وسلم قال. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാമ മൂസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബൻ ഫീ ബനി ഇസ്രായീൽ. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകൾക്ക് ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസുഇല, അപ്പോൾ ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഅലം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആൾ? ഫഖാല അന അഅലമു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനാണ്. കാരണം അന്ന് വഹി ലഭിക്കുന്ന റസൂൽ മൂസാ നബി അലൈഹിസ്സലാമാണ്, അഹങ്കാരം കൊണ്ട് മറ്റല്ല. മൂസാ നബി അലൈഹിസ്സലാം തന്നെയാണ് അവിടെ ഏറ്റവും അറിവുള്ള വ്യക്തി. ആ കൂട്ടത്തിൽ അള്ളാഹുവിന് വഹി ലഭിക്കുന്ന ആൾ. فعتب الله عليه إذ لم يرد العلم إليه. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒന്ന് ഒരു അറിയിക്കാൻ തീരുമാനിച്ചു. കാരണം ഇൽമ് അള്ളാഹുവിലേക്ക് മടക്കി പറയാത്തതുകൊണ്ട് فأوحى الله إليه إن عبدا من عبادي بمجمع البحرين هو أعلم منك. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹി നൽകി, എന്റെ അടിമകളിൽ ഒരു അടിമയുണ്ട്, മജ്മഅൽ ബഹ്റൈൻ, 2 കടലുകൾ കൂടി ചേർന്ന ഒരു പ്രത്യേക സ്ഥലം പറഞ്ഞു. അവിടെ എന്റെ ഒരു അടിമയുണ്ട്, ഹുവ അഅലമു മിൻക്, നിന്നേക്കാൾ അറിവുള്ള ആളാണെന്ന് പറഞ്ഞു. ഖാല യാ റബ്ബി കൈഫ ബിഹ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുക? അപ്പോൾ ഇൽമുണ്ട് എന്നറിഞ്ഞാൽ, ഒരാൾക്ക് നമുക്കില്ലാത്ത ഇൽമുണ്ട് എന്നറിഞ്ഞാൽ അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഫഖീല ലഹു, അപ്പോൾ പറയപ്പെട്ടു, ഇഹ്മിൽ ഹൗതൻ ഫീ മിക്തലിൻ ഫഇദാ ഫഖദ്തഹു ഫഹുവ തമ്മ. നീ ഒരു മത്സ്യത്തെ ഒരു പാത്രത്തിലായിക്കൊണ്ട് നീ കൂടെ കരുതുക. എപ്പോഴാണോ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെയാണ് ആ അടിമയുടെ സ്ഥലം എന്ന് പറഞ്ഞു. فذكر الحديث في اجتماعه بالخضر الى ان قال. ഈ ഹദീസിന്റെ ബാക്കി ഭാഗം ഇതിൽ കൊടുത്തിട്ടില്ല, നമുക്കറിയുന്ന ഹദീസാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഖിദർ നബി അലൈഹിസ്സലാമും തമ്മിൽ കണ്ടുമുട്ടിയ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ആ ഭാഗം. മൂസാ നബി അലൈഹിസ്സലാമും യൂഷ കൂടി യാത്ര പോവുകയും അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് മീൻ നഷ്ടപ്പെട്ടത് മറന്നു പോവുകയും പിന്നെ വീണ്ടും ആ സ്ഥലത്ത് എത്തുകയും വഴി തെളിഞ്ഞ് ഖിദർ നബിയെ കാണുകയും ചെയ്യുന്നത്. അതിനുശേഷമുള്ള സംഭവം പറയാണ്, ഫൻതലഖാ യംശിയാനി അലാ സാഹിലിൽ ബഹർ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും ഖിദർ നബിയും കൂടി കടൽ തീരത്തൂടെ പോവുകയാണ്. ലൈസ ലഹുമാ സഫീനത്തുൻ, അവർക്ക് വേറെ നാട്ടിലേക്ക് പോകാൻ അവിടെ ഒരു കപ്പലുണ്ടായിരുന്നില്ല. ഫമറത് ബിഹിമാ സഫീന, അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവർ ഒരു കപ്പലിനടുക്കിലെത്തി. ഫകല്ലമൂഹും അയഹ്മിലൂഹുമാ ഫഉരിഫൽ ഖദർ. അങ്ങനെ അവർ സംസാരിച്ചു അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഖദീറിനെ അല്ലെങ്കിൽ ഖിദർ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ആളുകൾക്ക് അറിയാം, അവിടെ ആലിമായിട്ടുള്ള റാഹിബായിട്ടുള്ള ആളാണ് ആളുകൾക്ക് അറിയാം. അപ്പൊ ആ കപ്പലുകാർക്കും മനസ്സിലായി. ഫഹമലൂഹുമാ ബിഗൈരി നൗലിൻ, അങ്ങനെ യാതൊരു പണവും വാങ്ങാതെ ഈ 2 പേരെയും കപ്പലിൽ കയറ്റി. فجاء عصفور فوقع على حرف السفينة.
അങ്ങനെ കപ്പലിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ കിളി വന്നുകൊണ്ട് കപ്പലിന്റെ ഏതൊരു ഭാഗത്ത് അറ്റത്തായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫിൽ ബഹർ, അത് കടലിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളികൾ കൊത്തിയെടുത്തു. ഫഖാൽ ഖദർ, ഇത് കണ്ടപ്പോ, ഇത് മൂസാ നബി അലൈഹി സ്വലാം ഖദർ നബി കണ്ടോണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോ ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ മൂസ മാ നഖസ ഇൽമി വ ഇൽമുക മിൻ ഇൽമില്ലാ ഇല്ലാ കനഖറതി ഹാദൽ ഉസ്ഫൂരി ഫീ ഹാദൽ ബഹർ. എന്റെയും നിന്റെയും അറിവ് ചേർത്തിട്ട് അള്ളാഹുവിന്റെ അറിവ് നോക്കിക്കഴിഞ്ഞാൽ ഈ കടലിൽ നിന്ന് ഈ ചെറിയ ഈ പക്ഷി അത് കൊത്തിയെടുത്ത അത്ര പോലുമില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും നിസ്സാരമാണ് എന്നുള്ളത്. അപ്പോൾ ഇൽമ എന്നുള്ളത് എല്ലാ അറിവുള്ളവരുടെയും മുകളിലുള്ള ആളാണ് അലീം, അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാവിധ അറിവും ഉൾക്കൊള്ളുന്നവനാണ് അള്ളാഹു തആല. അപ്പൊ ഇൽമിനെ അള്ളാഹുലേക്ക് മടക്കി പറയുക. അപ്പൊ ഒരു കാര്യം നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? അള്ളാഹു അലം എന്ന് പറയണം. അതുപോലെ തന്നെ ഏതൊരു ഇൽമിന്റെയും അടിസ്ഥാനം എന്നുള്ളത് എല്ലാ ഇൽമും ഉൾക്കൊള്ളുന്നത് അള്ളാഹിന്റെ അടുക്കലാണ്. മലക്കുകൾ പറഞ്ഞ വാക്ക് നമുക്കറിയാം, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ ഒരു ഇൽമും ഞങ്ങൾക്കില്ല. അപ്പോ അള്ളാഹുവിന്റെ ഇൽമിന്റെ വ്യാപ്തിയും, അന്ന് മനുഷ്യരിൽ ഏറ്റവും ഇൽമുള്ള രണ്ടാളുകളാണ് ആര്? മൂസാ നബി അലൈഹി സ്വലാം, ഖദർ നബിയും. അന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ഇൽമുള്ള രണ്ടാളുകളാണ്. അവർ രണ്ടുപേരുടെ ഇൽമും തന്നെ ഒന്നുമല്ല, നിസ്സാരമാണ് എന്ന് അറിയിക്കുകയാണ്. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഞാനാണ് ഏറ്റവും അറിവുള്ള ആള് എന്ന് പിന്നീട് അള്ളാഹുലേക്ക് ചേർത്തി പറയാത്തതിന്റെ പേരിൽ ആ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ ഇൽമുള്ള ആളുടെ അടുക്കൽ എത്തിക്കുകയും അവിടെ നിന്ന് സൂറത്തുൽ കഹ്ഫിന്റെ ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അള്ളാഹുവിന്റെ കഴിവും അറിവുമെല്ലാം മൂസാ നബി അലൈഹി സ്വലാമിന് അറിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. വേറെ റിവായത്തിൽ കാണാം, ബൈനമാ മൂസ യംശി ഫീ മലഇൻ മിൻ ബനി ഇസ്രായേൽ ഇദ് ജാഅ റജുലു ഫഖാല ലഹു ഹൽ തഅലമു അഹദൻ അഅലമു മിൻക. ഇതേ സംഭവത്തിന്റെ വേറെ റിവായത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഒരിക്കൽ ബനി ഇസ്രായേൽ വെച്ച് വന്ന ഒരാൾ ചോദിച്ചു, നിങ്ങളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഖാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. ഫഔഹ അല്ലാഹു ഇലാ മൂസ ബൽ അബ്ദുനാ അൽ ഖദർ ഫസഅല മൂസ സബീല ഇലൈഹി. വേറെ ആളുണ്ട് പറഞ്ഞു, ഖദർ നബിയാണെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ടേക്ക് പോയി എന്നുള്ളത്. അടുത്ത ഹദീസ്, وعن عمر بن الخطاب رضي الله عنه قال رسول الله صلى الله عليه وسلم يظهر الإسلام حتى تختلف التجار في البحر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്ലാം വ്യാപിക്കും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കച്ചവടക്കാർ, മുസ്ലിമുകളായിട്ടുള്ള കച്ചവടക്കാർ യാതൊരു ഭയവും കൂടാതെ കടലിലൂടെ യാത്ര ചെയ്ത് കച്ചവടം ചെയ്യുന്ന അവസ്ഥയിൽ എത്തുന്നത് വരെ. وحتى تخوض الخيل في سبيل الله, കടലിലൂടെ തന്നെ ജിഹാദിനും മറ്റും കുതിരകൾ വരെ കൊണ്ടുപോകുന്ന, അങ്ങനെ ഇസ്ലാം വ്യാപിക്കുന്ന ഏറ്റവും നല്ല സമ്പത്തും സൗകര്യങ്ങളും അതുപോലെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ലൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ثم يظهر قوم يقرؤون القرآن, പിന്നീട് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകൾ. ആ കൂട്ടർ വരും. യഖൂലൂൻ, അവർ പറയും, മൻ അഖറഉ മിന്നാ, നമ്മേക്കാൾ ഖുർആനിൽ അറിവുള്ള, ഖുർആൻ പാരായണം ചെയ്യുന്നവരാരാണുള്ളത്? മൻ അഅലമു മിന്നാ, നമ്മേക്കാൾ അറിവുള്ളവരാരാണുള്ളത്? മൻ അഫ്ഖഹു മിന്നാ, നമ്മളെക്കാൾ ഫിഖ് ഉള്ളവരാരാണുള്ളത് എന്നവർ പറയും. അതായത് ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, ഇൽമ് നേടുന്ന ആളുകൾ, അവർക്ക് ഓരോ ഇൽമ് നേടുമ്പോഴും അവർക്ക് കൂടുതൽ തവാദുഉം അള്ളാഹുവിലേക്ക് കൂടുതൽ കീഴൊതുങ്ങുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പിൽക്കാലക്കാരിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ ഖുർആൻ പാരായണം ചെയ്യും, അവർ ഖുർആനിൽ ഇൽമുള്ളവരാകും. എന്നിട്ട് അവർ ചോദിക്കും, ഞങ്ങളെക്കാൾ അറിവുള്ള ആരും ഇല്ലല്ലോ, ഞങ്ങളല്ലേ ഏറ്റവും ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അങ്ങനെ പറയും. ثم قال لأصحابه, ഈ കൂട്ടരെ പറ്റി പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുകയാണ്, ഹൽ ഫീ ഉലൈക മിൻ ഖൈറിൻ, ഇങ്ങനെ പറയുന്ന ആളുകളിൽ എന്തെങ്കിലും ഖൈറുണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ഖൈർ ഉണ്ടാവുമോ ചോദിച്ചു. ഖാലു, സഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും റസൂലിനുമാണ് അറിയുക. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക മിൻകും മിൻ ഹാദിഹിൽ ഉമ്മ വഉലൈക ഹും വഖൂദുൻ നാർ, അത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, അവർ നരകത്തിന്റെ വിറകുകൊള്ളികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് മൻപാപത്തിൽപ്പെട്ട കാര്യമാണ്, ഞാനാണ് ഏറ്റവും അറിവുള്ളത്, നമ്മളെക്കാൾ അറിവുള്ളവരുണ്ടോ എന്ന
അറിവിന്റെ മേലെ ഒരു അഹങ്കാരത്തിലേക്കും ഇതുപോലെയുള്ള സംസാരിക്കുക എന്നുള്ളതും വൻപാപമായിട്ടാണ്. കാരണം നരകശിക്ഷ പറഞ്ഞിട്ട് അത് ആക്കിയത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്നതുകൊണ്ട് വൻപാപമായിട്ട് ഉലമാക്കൾ എണ്ണിയത് കാണാം. അപ്പോൾ ഇൽമ് ലഭിക്കുമ്പോൾ തവാളു ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ കിബറിന്റെയും ഇതുപോലെയുള്ള സംസാരങ്ങളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ വലിയ നഷ്ടവും അത് വൻപാപത്തിന്റെ കൂട്ടത്തിലുമാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ് عن أم الفضل أم عبد الله بن عباس رضي الله عنهما عن رسول الله صلى الله عليه وسلم أنه قام ليلة بمكة من الليل فقال ഉമ്മു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഒരു ദിവസം രാത്രി സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹൽ ബല്ലിഗ്തു സലാസ മറാത്ത്, 3 തവണ പറയാണ്, അല്ലാഹുവേ ഞാൻ എത്തിച്ചു കൊടുത്തില്ലേ, ഞാൻ എത്തിച്ചു കൊടുത്തു എന്ന് പറയാണ്. فقام عمر بن الخطاب وكان أواها. അപ്പോ ആ സമയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എഴുന്നേറ്റ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അവ്വാഹായിരുന്നു. അവ്വാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോർത്ത് ധാരാളം കരയാറുണ്ടായിരുന്ന, അള്ളാഹുവിന് മുമ്പിൽ ധാരാളം താഴ്മ കാണിക്കുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഫഖാല, അപ്പോ പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അള്ളാഹുവേ സത്യമാണ്, എത്തിച്ചു തന്നിട്ടുണ്ട്. വഹറൗത, ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ദീനിലേക്ക്. വജഹദ്ത, നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. വനസഹ്ത, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നസീഹത്ത് ഉണ്ടായിട്ടുണ്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയദ്ഹറന്നൽ ഈമാനു ഹത്താ യുറദ്ദൽ കുഫ്റു ഇലാ മവാത്തിനിഹി, ഈമാൻ പ്രകടമാകുന്ന ഒരു സമയം വരും. കുഫർ അതിന്റെ സ്ഥാനങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന, കുഫർ നിന്ദ്യമായൊരവസ്ഥയിലാകുന്ന അവസ്ഥയിൽ ഇസ്ലാമിനൊരു കാലം വരും. വലതുഖാദന്നൽ ബിഹാറു ബിൽ ഇസ്ലാം, കടലിലൂടെ കച്ചവടത്തിനും ജിഹാദിനും ദഅവത്തിനും വേണ്ടി മുസ്ലിമീങ്ങൾ ധാരാളമായി യാത്ര ചെയ്തു പോകുന്ന ഒരു കാലം വരും. വലയതിയന്ന അലന്നാസി സമാനുൻ യതഅല്ലമൂന ഫീഹിൽ ഖുർആൻ, അങ്ങനെ ഒരു കാലം വരും. ആ കാലത്ത് ആളുകൾ ഖുർആൻ പഠിക്കും. യതഅല്ലമൂനഹു വയഖറഊനഹു, അത് പഠിക്കുകയും അതുപോലെ തന്നെ അത് പാരായണം ചെയ്യുകയും ചെയ്യും ഖുർആൻ. തുമ്മ യഖൂലൂൻ, എന്നിട്ട് അവർ പറയും, ഖദ് ഖറഅനാ വഅലിംനാ, നമ്മൾ പാരായണം ചെയ്തു, നമ്മൾ മനസ്സിലാക്കി, പഠിച്ചു. ഫമൻ ദല്ലദീ ഹുവ ഖൈറും മിന്നാ, ആരാണ് നമ്മളെക്കാൾ ഇനി ഖൈറായിട്ടുള്ളത്? അവർക്ക് അറിവ്, ഖുർആൻ പാരായണം ചെയ്തിട്ട് ഇൽമു ലഭിച്ചവർ പറയും, നമ്മളെക്കാൾ ഖൈറായിട്ട് ഇനി ആരാണുള്ളത്? ഫഹൽ ഫീ ഹുലായിക മിൻ ഖൈറിൻ, അതിൽ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആ കൂട്ടരിൽ എന്തെങ്കിലും ഖൈറുണ്ടോ? അപ്പോ സഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മൻ ഉലൈക, അല്ലാഹുവിന്റെ റസൂൽ ആരാണ് ആ കൂട്ടർ? ഖാല ഉലൈക മിൻകും വഉലൈക ഹും വഖൂദുൻ നാർ, അവർ നിങ്ങളിൽപ്പെട്ടവരാണ്, അവർ നരകത്തിന്റെ വിറക് കൊള്ളികളാണ്. അപ്പോ ദീനിൽ ഇൽമു നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ, ഖുർആനിൽ അറിവ് നേടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ചിന്ത, ഞാനാണ് നല്ല അറിവുള്ള ആള്, അല്ലെങ്കിൽ നമുക്ക് നല്ല അറിവുണ്ട്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല ആൾക്കാരാണ്, അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെ പറയുന്ന ആളുകൾ വരും എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് വഖൂദുൻ നാർ, നരകത്തിന്റെ വിറകുകൊള്ളികളാണ് അവർ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് വൻപാപത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്. അപ്പോ അള്ളാഹുലേക്കാണ് അറിവിനെ ചേർത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ അറിവിന്റെ വിഷയത്തിൽ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തവാദു ആണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ കിബറും ഇതുപോലെയുള്ള സംസാരങ്ങളുമാണെങ്കിൽ ഈ ഗൗരവത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.